ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റീറ്റീവ് ക്രാക്കർ. വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. ഒരുപക്ഷെ നിങ്ങളെല്ലാവരും വാർത്തകളിൽ ഇതിനെക്കുറിച്ച് കേട്ടിട്ടുണ്ടാവും. അതായത് 10ാം ക്ലാസ് പരാജയപ്പെട്ടവർക്ക് മാത്രമായിട്ട് KSEB നടത്തുന്ന പരീക്ഷ ഇനി ഉണ്ടാവില്ല. അതിൻ്റെ പ്രധാന കാരണം എന്താണ്? അങ്ങനൊരു റൂള് KSEB കൊണ്ടുവരാനുള്ള കാരണം എന്താണ്? അതുപോലെ തന്നെ ഇപ്പോഴുള്ള ഉദ്യോഗസ്ഥരെ ആ ഒരു നിയമം ബാധിക്കുമോ? ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ടെക്നിക്കൽ എക്സാമുകളിലേക്ക് പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾക്ക് വളരെ യൂസ്ഫുൾ ആയുള്ള ഒരു വീഡിയോ ആയിരിക്കും. അവർ ഇത്തരം കാര്യങ്ങൾ ഇനി ശ്രദ്ധിക്കേണ്ടതാണ്. അതുകൊണ്ട് എല്ലാവരും ആദ്യം തൊട്ട് അവസാനം വരെ കാണാൻ ശ്രമിക്കുക. അപ്പോൾ ആദ്യം തന്നെ എന്താണ് ഇതിന്റെ പശ്ചാത്തലം? ഈ ഒരു 10ാം ക്ലാസ് പരാജയപ്പെട്ടവർക്ക് ഇനി KSEBയിൽ ജോലി ലഭിക്കില്ല, അങ്ങനെ റൂള് കൊണ്ടുവരാനുള്ള കാരണം എന്താണ്? അതിനെക്കുറിച്ചാണ് ആദ്യം പറയുന്നത്. അതായത് മസ്തൂർ എന്ന് പറയുന്ന തസ്തികയുണ്ട്. 7ാം ക്ലാസ് മാത്രം പാസ്സായാൽ മതി. അവർ പിന്നീട് കുറച്ചു കാലത്തെ സർവീസിന് ശേഷം ലൈൻസ്മാനൊക്കെ ആയിട്ട് പ്രൊമോഷൻ ലഭിച്ചിട്ട് പിന്നീട് വളരെ ഉയർന്ന സാലറി സ്കെയിൽ അവർ വർക്ക് ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. അതായത് അവർക്ക് അടിസ്ഥാന യോഗ്യത 10ാം ക്ലാസ് പോലും ഇല്ല. അതുപോലെ തന്നെ സാങ്കേതിക ഈ വൈദ്യുതിയുമായി ബന്ധപ്പെട്ട സാങ്കേതിക വിദ്യാഭ്യാസം പോലും ഇല്ലാത്തവരാണ് ഇത്തരം വർക്കുകളിലേക്ക് പിന്നീട് പ്രൊമോഷനായിട്ട് ജോലിയിൽ കയറുന്നത്. അതുകൊണ്ട് തന്നെ വൈദ്യുതി മൂലം ഉണ്ടാകുന്ന അപകടങ്ങൾ കൂടുന്നു എന്ന് കേന്ദ്ര വൈദ്യുതിയുമായി ബന്ധപ്പെട്ട ബോർഡ് അറിയിപ്പുണ്ടാവുകയും അതിന്റെ ഫലമായിട്ട് എല്ലാ സംസ്ഥാനങ്ങളിലും ഇത്തരം കാര്യങ്ങളിൽ ഒരു മുന്നൊരുക്കം വേണമെന്ന് വിജ്ഞാപനം ഉണ്ടാവുകയും ചെയ്തു. അതിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെയൊരു പ്രസ്താവന KSEBയുടെ ഭാഗത്ത് നിന്ന് വരുന്നത്. അതായത് 10ാം ക്ലാസ് പാസ്സായവർക്ക് മാത്രമേ ഇനി എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് ഇനി എന്തില്ല, 10ാം ക്ലാസ് പരാജയപ്പെട്ടവർക്ക് വേണ്ടിയുള്ള എക്സാം എവിടെയില്ല, KSEBയിൽ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും അവസാനത്തെ KSEBയുടെ പ്രസ്താവന എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും സംശയങ്ങൾ ഉണ്ടാവും. ഒരുപാട് പേര് ഇപ്പോഴും ഈ അടിസ്ഥാന യോഗ്യത 10ാം ക്ലാസ് പോലും ഇല്ലാതെ KSEBയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അവരെങ്ങനെയാണ് ഇത് ബാധിക്കുക എന്ന് പലർക്കും സംശയം ഉണ്ടാവും. അപ്പോൾ അതിനായിട്ട് ഇപ്പൊ ഇങ്ങനെ ഒരു പ്രസ്താവന KSEBയുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ട്. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് ഒരു സ്പെഷ്യൽ റൂള് PSC അംഗീകരിച്ചു കഴിഞ്ഞാൽ എന്തുണ്ടാവും? അതിനുശേഷം വരുന്ന അതിനുശേഷം നിയമനം ലഭിക്കുന്നവർക്ക് മാത്രമായിരിക്കും ഈ ഒരു റൂള് ബാധകമാകുക, ഈ ഒരു സ്പെഷ്യൽ റൂള് ബാധകമാവുക. ഇപ്പോ സർവീസിലിരിക്കുന്നവർക്ക് ഈ ഒരു റൂൾ എന്താവത്തില്ല. ഈ ഒരു സ്പെഷ്യൽ റൂള് വന്നു കഴിഞ്ഞാൽ അത് ബാധിക്കില്ല എന്നതാണ് പറയാനുള്ളത്. ഓക്കെ ആണല്ലോ. സോ ഈ ഒരു KSEBയുമായി ബന്ധപ്പെട്ട ഈ ഒരു പ്രസ്താവന, അതിന്റെ യാഥാർത്ഥ്യം എന്താണ്, അത് ആരൊക്കെയാണ് ബാധിക്കുക എന്നൊക്കെ കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയാണ് ഈ ഒരു ചെറിയ വീഡിയോ എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും മസ്തൂർ എന്ന് പറയുന്ന ആ ഒരു പോസ്റ്റിലൊക്കെ വർക്ക് ചെയ്തിട്ട് പിന്നീട് അവര് ഒരുപാട് കാലത്തെ സർവീസിന് ശേഷം ഉയർന്ന തസ്തികയിലേക്ക് അവര് പ്രൊമോഷൻ ലഭിക്കുകയും അവർക്ക് ആക്ച്വലി പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അവർക്ക് എന്താണ് സാങ്കേതിക വിദ്യാഭ്യാസം പോലും ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. അതുമൂലം ഒരുപാട് വൈദ്യുതി അപകടങ്ങൾ ഉണ്ടാകുന്നു. അതും ഒരു പ്രധാന കാരണം തന്നെയാണ്. അപ്പൊ ഈ കാരണങ്ങൾ കൊണ്ടാണ് KSEB ഇങ്ങനെ ഒരു പ്രസ്താവന ഇറക്കിയത്. ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് ലഭിച്ചു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ടെക്നിക്കൽ PSC എക്സാം പ്രിപ്പയർ ചെയ്യുന്ന ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ കോമ്പറ്റീറ്റീവ് ക്രാക്കർ വിവിധ ടെക്നിക്കൽ എക്സാംസിന് വേണ്ടിയിട്ട് ബാച്ചുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിന് വേണ്ടിയിട്ട് താഴെ കൂടി നമ്മൾ കോൺടാക്ട് ചെയ്യുക. സോ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും താങ്ക് യു ആൻഡ് ഗുഡ് ബൈ.